അങ്ങനെ കാഷ്വൽ ആയിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. കല്ല്. ഇവന്മാരോ? എന്താ ഇവന്മാരെന്ന്? കയ്യിൽ കല്ല് കണ്ടില്ലേ? തലക്കിടറിഞ്ഞ ഡെത്ത്. ഇവന്മാരായിട്ട് എന്താ നിനക്ക് പ്രശ്നം? മാത്സ് ഹോംവർക്ക് ശരിക്കും ചെയ്തില്ലെന്ന് പറഞ്ഞ് തലക്കിടൊരു കൊട്ടു കൊടുത്തു. അതിനാ എറിയാൻ നിൽക്കുന്നത്. എടി, നിന്റെ ജീവനെ നീ ഇത്രയും പേടിക്കുന്നുണ്ടെങ്കിൽ എന്തിനടി അടിക്കാൻ പോയെ? അത് പിന്നെ ടീച്ചറാണല്ലോ എന്ന് ഓർത്ത് അടിച്ചു പോയതാ. എനിക്കെങ്ങനെ അറിയാം ഇവരെന്നെ എറിയാൻ നിൽക്കുമെന്ന്? വേഗം വാടാ, നമുക്ക് ഓടി പോവാം. വേഗം വാ. എന്നാ നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അതെ, നിക്ക്. ആദ്യം ഈ കാര്യം ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തേ. ഇത് പുറത്തെങ്ങാനും അറിഞ്ഞ നാട്ടുകാർ മൊത്തം എന്നെ കളിയാക്കും. ഓ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ശരി, പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല. പൊക്കോ. അതെ, ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. എന്തിനു? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? എന്റെ വണ്ടി ബാക്ക് വീല് പഞ്ചറായി പോയെന്നേ. മധു നിന്നെ. മധു നിക്ക്. ഒരു മിനിറ്റ് നിക്ക്. മധു പറയുന്ന കേക്ക്. നിക്ക്, ഇറങ്ങടി. അയ്യോ, എന്തൊരു പറയാനാ. പെട്രോൾ അടിക്കാൻ പമ്പിലൊന്ന് കയറിയപ്പോ ടാങ്കിൽ പെട്രോൾ അടിക്കുന്നവന്റെ ഒരു കാര്യമേ. എന്നെ തന്നെ അവൻ അങ്ങ് തുറച്ചു നോക്കി നിൽക്കുക. എന്റെ അമ്മോ, പണ്ടറങ്ങാൻ എന്തൊരു സൈറ്റ് അടിയാവൂ. എന്താടി വിദ്യ, നീയും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാനെന്താ ഇന്ന് അത്രയ്ക്ക് സുന്ദരിയാ? എന്താടി പഞ്ചറായ വണ്ടി ഓടിച്ചു നടക്കുന്നത്? സൈറ്റ് അടിക്കുന്ന പോലെ സൈറ്റ്. ആദ്യം നീ വണ്ടി തള്ളിക്കൊണ്ട് പോകാൻ പറഞ്ഞില്ലേ? വിദ്യ, വണ്ടി ഇറങ്ങടി. എന്നോട് ഇറങ്ങാൻ പറഞ്ഞല്ലേ? എടി, എന്നാ ഇപ്പൊ നീ കേട്ടോടി. ഇന്ന് തന്നെ ഞാൻ ഇതെല്ലാം കൊണ്ട പണയം വെച്ച് നാളെ ഞാൻ പുതിയ സ്കൂട്ടറായിട്ട് വന്നില്ലെങ്കിൽ എന്റെ പേര് സിൽക്ക് സ്മിത നല്ലടി. എന്റെ പേര് ഞാൻ മാറ്റും. താങ്ക് യു ചേട്ടായി. ഡ്രൈവർ ഇല്ലാതെ ഈ ഉണക്ക വണ്ടിയും തള്ളിക്കൊണ്ട് നീ റോഡിൽ കൂടെ നടക്കുന്നത് ഞാൻ കാണുവടി. ഞാൻ പോവാ. നാടൻ കോഴി കറി വെക്കാൻ പോണേ ചേച്ചി. ആട്ടിൻകുട്ടി മുട്ടയിട്ട് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വന്നു. ആനക്കുഞ്ഞ് പറയുന്ന കേട്ട് കോഴിക്കുഞ്ഞ് നാണിച്ചു പോയല്ലോ. രാജേട്ടൻ നോക്കി നിന്നു. എന്നാ രാജേട്ട. എന്താടാ ഇതൊക്കെ? കല്യാണ ചെറുക്കനെ പോലെ ഒരുങ്ങി. എന്നാ മാവ, ജോലി അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണ്ടേ? അതുകൊണ്ടാ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് തൊഴിലിങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താ? തൊഴിലൊന്ന് കാണട്ടെ. ആദ്യം ഈ ചാക്കൊന്ന് തരം തിരിച്ചു മാറ്റ. ചാക്ക് തരം ചെയ്യടാ. ഇത് പഞ്ചസാര ചാക്കല്ലേ? ഇത് ഉപ്പിയാക്കമാവാ. ഇത് നെല്ലിച്ചാക്കമാവാ. മാമ, യൂറിയ ചാക്ക്. നീ ആദ്യം നക്കിയത് യൂറിയ തന്നെയാടാ പോത്തെ. കാലത്തിങ്ങനെ കുടിക്കാറില്ലല്ലോ. എന്താന്നറിയില്ല ബ്ലേഡ്, കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ ആള് വെള്ളത്തിലാ. ഓ, നമസ്കാരം. അകത്തെ അരിച്ചാക്ക് എത്രയുണ്ടെന്ന് നോക്കി കരിപ്പൂർ മില്ലിലേക്ക് കയറ്റി വിടണം. ശരി. അതിരിക്കട്ടെ. രാത്രിയിൽ ഏതോ SMS അയച്ചിരുന്നല്ലോ. അത് എന്താ? നാളെ എൻ്റെ ബർത്ത്ഡേ. നിന്നെ കണ്ടതിന് ശേഷം ഞാൻ സ്കൂളിൽ പോവുള്ളൂ. എളുപ്പം വന്നേക്കണം. ഐ ലവ് യു. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. എന്നാ ഈ ബസ് വന്ന് തൊട്ടെ. ശരി. ഏയ്, എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ? അല്ല, നിന്റെ പിറന്നാൾ എന്നാ? എന്തു പറ്റി? അറിയില്ല. സോറി. അത് ഒന്നുമില്ല. ഇനി മുതൽ എൻ്റെ പിറന്നാൾ എന്നാണോ അന്നായിരിക്കും നിൻ്റെയും പിറന്നാൾ. ഇത് നിന്റെ പിറന്നാളിന് എൻ്റെ ഗിഫ്റ്റ്. ലവ് യു. ബ്ലേഡേ. അയ്യോ അച്ഛൻ, വൈകിട്ട് വന്ന് സംസാരിക്കാം. ഓക്കെ, സ്കൂളിന് ടൈമായി. പോവാണേ.
പള്ളിക്കൂടത്തിൽ പോയവൾ എങ്ങനെയാ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? ചുമ്മാതെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ആ കഴിച്ചല്ലോ. ഞാൻ എന്താ കഴിച്ചെന്നറിയാവോ? ഉപ്പുമാവ്. എന്നിട്ട് മാവ് പൂത്തോ? ഡാ കളിയാക്കല്ലേ. അടിക്കല്ലേ. അയ്യോ കണ്ടു എഴുന്നേക്ക്. അയാള് കണ്ടു. പ്രിൻസിപ്പളിന്റെ ഫ്രണ്ട് അയാള്. മുട്ടുകുത്തി ഇഴഞ്ഞെന്തൊക്കെയോ ചെയ്യുന്ന ആളാ ആണല്ലേ? യോഗാഭ്യാസി. അയ്യോ ഇങ്ങ് വാടോ. ഇവിടെ മഹാഭാവി, നീ തന്നെ കാണിച്ചു കൊടുത്തല്ലോ. നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. എന്തിനാണോ എന്നോട് വരാൻ പറഞ്ഞേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടതായിട്ട് ഞാൻ പറയില്ല ബ്ലേഡേ. ഒരു പക്ഷെ പറഞ്ഞെങ്കിൽ തന്നെ എന്നെ കൊന്നേക്ക് ബ്ലേഡേ. എന്നാ ചെന്നാട്ടെ. യോഗ ചെയ്യാൻ പോലും നിനക്ക് യോഗമില്ലടാ. അതല്ല, കൊറേ നാളായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചതാ. ഇതെന്താ പേര്? ബ്ലേഡ്. ബ്ലേഡ്. കല്യാണക്കുറി അടിക്കുമ്പോഴേ കൊച്ചുപറമ്പിൽ രാജശേഖരനെയും പത്മാവതിയുടെയും മകളായ ശ്രീമതി വിദ്യയ്ക്കും ബ്ലേഡിനും കല്യാണം എന്ന് എഴുതാൻ പറ്റുമോ? അതൊക്കെ പിന്നെ നോക്കാം. അത് വേണ്ട. നല്ല കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത് നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. നിനക്ക് നല്ലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നിന്റെ പേര് ഗണേശ് എന്നാ. ഗണപതിയുടെ പേര് എങ്ങനെയുണ്ട്? ഗണപതിക്ക് നന്നായിരിക്കും. എനിക്കത് ചേരോ? അതെല്ലാം നിനക്ക് ചേരും. നന്നായിരിക്കും. നീ പറഞ്ഞ പോലെ കല്യാണക്കുറിയിലെ ബ്ലേഡ് എന്ന ഗണേശൻ അങ്ങനെ ചേർത്ത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇട്ടാ ചേരില്ലേ? എന്താണ് ഇത്? ബ്ലേഡ് എന്നൊരു പേര് ഒരു വകയ്ക്കും കൊള്ളാത്തോണ്ടാ അത്രേ ഓർത്ത് ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചത്. പിന്നെ എന്താണ് ബ്ലേഡും പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി ആ പേര് നീ പറഞ്ഞോണ്ടല്ലോ. ഗണേശ് ഗണേശ് വേറെ ആരും വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഗണേശ പണ്ടാരത് ഓഫാക്കാനും പറ്റുന്നില്ലല്ലോ. നാശം വയ്ക്കണ്ടായിരുന്നു. ഇതങ്ങ് തല്ലിപ്പിടിച്ച് കളഞ്ഞാലോ. നാശം. ഇവിടെ വാടാ. ഞാനാണോ? ഇവൻ എന്നെ വിടാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എന്താ നീയാ? നിന്റെ പേരെന്താ? ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. അറിയില്ലേ? അച്ഛൻ വെച്ച പേര് അപ്പുക്കുട്ടനാ. അപ്പൊ അമ്മയുടെ പേര്? അതും അപ്പുക്കുട്ടനാ. അല്ല, വിദ്യ നിന്റെ മുറപ്പെണ്ണായിട്ട് വരില്ലേ? അതേലോ അനിയാ. അങ്ങനെയെങ്കിൽ അമ്മാവനോട് കെട്ടിച്ചേരാൻ പറയാൻ പാടില്ലേ? കൈ എടുക്കാനിയാ. തിന്നുന്ന ചോറിലും മണ്ണ് വാരിയിടാൻ ആരെങ്കിലും തയ്യാറാവോ? ഞാനങ്ങനെ തയ്യാറാവില്ല. ഇതൊന്ന് നോക്കിയേ. നമ്മുടെ വിദ്യക്ക് ചേർന്ന പയ്യൻ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് കാര്യമില്ല. നിന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അവളെ ചോദിക്കേ. കാണിച്ചെന്നേ. കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എടാ മോനെ, ആ കൊച്ചിന് ആരുടെ മോനാ? മരിച്ചുപോയ വേലായുധനില്ലേ, അവന്റെ വകയിലുള്ളതാ. ഓ ആണോ? ബാംഗ്ലൂരിൽ വാച്ച് കമ്പനിയിൽ ജോലി ചെയ്യാ. ഒരാഴ്ചക്കുള്ളില് നമ്മുടെ വിദ്യനെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. വരട്ടെ വന്ന് കണ്ടിട്ട് പോട്ടെ. ഇങ്ങോട്ട് വാ, മാറ്റി നിർത്ത്. അങ്ങോട്ട് മാറ്റി നിർത്ത്. ആ കാർ പറഞ്ഞു വിട്ടേക്ക്. അങ്ങോട്ട് നീക്കിട്ട് വണ്ടി നിർത്തറ. പേപ്പർ എടുക്ക. പോട്ടെ. ആ വണ്ടി മാറ്റി പേപ്പർ ഇല്ലാതെയാണോ സാറിന്റെ വരവ്? പേപ്പറില്ലല്ലോ, ഇൻഷുറൻസും ഇല്ല. ആരാടാ ഈ ദൊരണ്ണൻ? അറിയില്ല സാർ. ഈ നാട്ടിൽ 1000 അണ്ണന്മാരുണ്ടാവും. അവരെയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുമോ? ആദ്യം നിന്റെ വണ്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള ബുക്ക് പേപ്പർ എടുത്തിട്ട് വാ. നീ ആ വണ്ടിയെ എന്നിട്ട് മര്യാദയ്ക്ക് ആ വണ്ടിയുടെ താക്കോലോട് കൊണ്ടുപോവാ. പറഞ്ഞല്ലോ. തർക്കുത്തരം പറഞ്ഞ അടിച്ച് പല്ലു ഒഴിക്കും. വേണ്ട, പറയുന്നത് കേക്ക്. പറയുന്നത് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? റോഡ് മുഴുവൻ ബ്ലോക്ക് ആയി സാറേ. വേണ്ട, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തൊക്കെയാ കാണിക്കുന്നേ? നട റോഡിലിട്ട് പോലീസുകാരനെ ചെരിപ്പുകൊണ്ട് അടിച്ചത് കണ്ടോ? ഞാനാടാ ദൊര. എന്റെ വണ്ടിക്ക് കൈ കാണിച്ചല്ലേ? ഇവർക്കൊന്നും സാറിനെ കുറിച്ച് അറിയില്ല. സാർ വന്നട്ടെ സാർ. എന്നെ ആ ടോൾ ഗേറ്റിന്റെ അവിടെ ഒന്ന് വിടാമോ? അതിനെന്താ, കയറിക്കോ. ശരി.
പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. കൊള്ളാലോ. ഇയാളുടെ സ്ഥലം എവിടാ? രാമനാടാണ് സർ. വരണ്ട ഭൂമിയാ. അനിയ ഒരു ജോലി തീർക്കാൻ പോവുക. എന്നെപ്പറ്റി വേഗം മനസ്സിലാക്കിയ നിങ്ങൾക്ക് 1000 ആശംസകൾ. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് വടക്കുന്നാഥൻ്റെ ക്ഷേത്രം മാത്രം ആവശ്യപ്പെടാതെ വേറെ എന്ത് വേണേലും ചോദിച്ചോ, നിനക്ക് ഞാൻ ചെയ്തു തരാം. വണ്ടി തിരിക്കണം. എന്തായി കാണിക്കുന്നേ? ഇതൊന്നും കണ്ടാൽ ഞാൻ ഭയപ്പെടില്ല. മൊബൈല് താഴെയിട്ടിട്ട് ഓടാ. ശരി സാർ. സർ, തൃശ്ശൂർക്ക് വരുമ്പോഴുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് ദുരയെ പിടിച്ചിട്ടുണ്ട് സാർ. അയാൾ അവിടെ തന്നെ ലോക്ക് ചെയ്തേക്ക്. 5 മിനിറ്റിൽ വിളിക്കാം. സർ. മോനെ, പോലീസ് സ്റ്റേഷന്റെ മൂലക്കല്ല എന്റെ കയ്യിലാ. നീ കളിക്കാൻ പോവാന്നറിയാടാ. ആലോചിച്ച് കളിക്കണം. സർ. സ്വിച്ച് ഓഫ് ചെയ്യേ. യെസ് സർ. വെള്ളം. ഉം